ഇന്ന് രാവിലെ മാധ്യമ സംഘം ജി സുധാകരന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വശപ്പശകായി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് നിശിതമായ വിമർശനമാണ് ഉണ്ടായത്. മാത്രമല്ല, ജി സുധാകരനും ഭാര്യയും അതിനിടയിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഭാര്യയടക്കം റിപ്പോർട്ടറിനെ മോശമായ രീതിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ടാക്കി എന്ന് വേണം പറയാൻ. റിപ്പോർട്ടർ പ്രതിനിധിയോട് ശുഭിതനായി ആലപ്പുഴ നിയുക്ത MLA ജി സുധാകരനും ഭാര്യയും. മുൻ MLA യു പ്രതിഭയുടെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് തേർഡ് റേറ്റ് ചോദ്യങ്ങൾ ചോദിക്കരുതെന്നായിരുന്നു അധിക്ഷേപം. സുധാകരന്റെ ഭാര്യയും റിപ്പോർട്ടറെ അധിക്ഷേപിച്ചു. സുധാകരന്റെ ഭാര്യയും റിപ്പോർട്ടറെ അധിക്ഷേപിച്ചു എന്ന് നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ കരുതും വെറുതെ ഇരുന്ന ഒരാളെയാണെന്ന്. ആദ്യം തീർച്ചയായിട്ടും അവർ അതായത് സുധാകരന്റെ ഭാര്യ വന്ന് സുധാകരനോട് തന്നെയാണ് പറയുന്നത്, മതി നിർത്തു എന്ന് പറയുമ്പോൾ പോ നീ മിണ്ടാതിരിക്കൂ എന്ന് ഭാര്യയോട് പറയുന്നു. പിന്നീട് ഈ ചോദ്യം ചോദിച്ചത് ഈ ഭാര്യ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥി തന്നെയാണ് ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ പേരെടുത്തു പറയുന്നുണ്ട്, അധികം വേണ്ട, മതി നിർത്ത് എന്ന് ആ ഭാര്യ പറയുന്നൊരു സാഹചര്യമുണ്ട്. മുൻ അധ്യാപികയുടെയൊക്കെ തന്നെ ഒരു റോളിൽ വന്ന് നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഒടുവിൽ വാക്കുതർക്കം ഉണ്ടായപ്പോൾ ഇത് എന്റെ വീടാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം എന്നൊരു കാര്യത്തിലേക്ക് ഒരു സംസാരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. തന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്നായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം. ആവശ്യമില്ലാത്ത പേര് പറയരുത്, നിങ്ങൾ എന്തൊക്കെ ചോദിക്കുമെന്ന് എനിക്കറിയാം, അത് കയ്യിൽ വെച്ചാൽ മതി. അനാവശ്യ കാര്യങ്ങൾ ചോദിക്കരുത്. അവരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണോ ഇങ്ങോട്ടേക്ക് പോരുന്നത്? ഉണ്ടെങ്കിൽ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നതെല്ലാം ചോദിക്കേണ്ട ആളല്ല ഞാൻ, ജി സുധാകരൻ പറയുന്നു. എന്തായാലും ആ സംഭവത്തിൽ നടന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ചുമ്മാ ആവശ്യമില്ലാത്ത പേരൊക്കെ പറയാം, വെറുതെ നിങ്ങളുടെ മുതലെടുക്കാൻ പറയല്ലേ. നിങ്ങളുടെ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളുടെ കൈവച്ചാൽ മതി. നിങ്ങളുടെ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറയണം. അവരൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം എന്നെ അത് പറയുകയാണ്. കണ്ടില്ലേ, നിങ്ങളെന്തോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇത് കൈ വെച്ചാൽ മതി, ഇതൊക്കെ കൈ വെച്ചാൽ മതി. അല്ല, ഇതല്ലെങ്കിൽ സാധനം ഉള്ളതുകൊണ്ടേ അധികം വിളയണ്ട. മിണ്ടാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത് അത് ചോദിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും ചോദിച്ചതിനാ റീൽ എന്തോന്ന് റീല്? ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുതെന്നാ പറഞ്ഞത്. മറുപടി പറയേണ്ടാത്ത കാര്യം വന്ന് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ വീട്ടിൽ മിണ്ടാ നിൽക്കുന്നേ, ചുമ്മാ നിൽക്കേ. ഇവരെ ആരാ പേടിക്കുന്നത്? ഇവരെ വീട്ടിൽ ഞാൻ പിടിച്ചിട്ട് വന്നതാണോ? അല്ലല്ലോ. വന്നിട്ട് അനാവശ്യങ്ങൾ ചോദിക്കുക. അത് ചോദിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെയും ചോദിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആരാണോട് ഡിസ്കസ് ചെയ്തിട്ട് വന്നിരിക്കുക. അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കാണാൻ കുറച്ച് അറിയത്തരത്തെ ഉദ്വാസം എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് ചോദിക്കാനെല്ലാം ചോദിക്കാനുള്ള ആളല്ല ഞാൻ. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചേ പറ്റൂ അല്ലേ? മനീഷ് മഹിബാൽ അധികം വേണ്ട കേട്ടോ. എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അന്നേരം മുതൽ. ആരുടെ സ്റ്റുഡന്റ് ആയിരുന്നതാ? നന്നായിട്ട് നീ പഠിപ്പിച്ചില്ലേ? കോളേജിൽ പഠിച്ചതാ. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാൻ ചോദ്യമായി ചോദിച്ചത്. ഞാനത് തൊട്ടില്ല. തൊടാൻ പിന്നെ അത് ചോദിക്കുകയാണ്. പിന്നെ അത് അപ്പോൾ ആ വിവാദം ഉണ്ടാക്കാനാണ്. അതും ഒരിക്കലും നമ്മൾ പരാമർശിക്കാൻ പാടില്ലാത്ത ഒരാളെ പറ്റി. ഇന്നലെ DC-യിൽ നാസറിന്റെ പുറകെയായിരുന്നു. പോട്ടെ. അപ്പോ അല്ല, നിങ്ങളുടെ ജോലി ഇതല്ല. അന്തസ്സായ പത്രപ്രവർത്തനാണ്. ഇതൊന്നും അല്ല ജോലി. ഇതൊക്കെ വെറും എന്തോ പറയുന്നത്, തേർഡ് റേറ്റും അല്ല. അതൊന്ന് പറയുന്നത് ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതാണ് നിങ്ങൾ പിന്നെ ഇവിടെ എന്റെ വൈഫ് അല്ല എന്താ പിന്നെ എന്റെ വീടാണ്. എന്റെ വീടാണിത്. തനിക്ക് വേണേ പോവാം. നിങ്ങൾക്ക് പോവാം. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഇവിടെ നിൽക്കത്തില്ലേ? അവരങ്ങനെ സംസാരിക്കാറില്ലല്ലോ മുന്നിൽ നിന്ന്. തേർഡ് റേറ്റാണ്. അതിനേക്കാൾ താഴെയാണ് ഞാനാ പറഞ്ഞത്. നിങ്ങൾ അനാവശ്യം ഇവിടെ കാര്യമായ ഒരു കാര്യം അവർ ചോദിച്ചോണ്ടിരിക്കും. അവിടെ ഒരാളിങ്ങനെ വന്നിട്ട് നേരത്തെ ആരോട് ഡിസ്കസ് ചെയ്തിട്ട് വരിക. ഇതൊക്കെ എനിക്കറിയാം. ഒന്നും വേണ്ട. ജി സുധാകരന്റെ ഭാര്യയും റിപ്പോർട്ടറെ ദേഷ്യപ്പെടുന്നുണ്ട്, റിപ്പോർട്ടറോട് പറയുന്നുണ്ട്, മനീഷ് മഹിബാൽ അധികം വേണ്ട, എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, തേർഡ് റേറ്റ് എന്നിങ്ങനെയായിരുന്നു ഭാര്യയുടെ പ്രതികരണം. പിന്നാലെ തേർഡ് റേറ്റിനും താഴെയാണെന്ന് ജി സുധാകരനും പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. ഭുവനേശ്വറിന്റെ രക്തസാക്ഷി മണ്ഡപം CPIM-ന്റേത് അല്ലെന്നും മണ്ഡപത്തിൽ ആർക്കും പുഷ്പാർച്ചന നടത്താമെന്നും ജി സുധാകരൻ പറയുകയായിരുന്നു. മാത്രമല്ല,
നിലവിലെ ഈ സാഹചര്യത്തിൽ ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ കുടുംബമാണ് എത്തിയതെന്നും ആരെങ്കിലും പറയുന്ന വർത്തമാനമാണോ ബിനു പറഞ്ഞത്? പാർട്ടി സമ്മേളനത്തിൽ ബഹളമുണ്ടാക്കി സെക്രട്ടറി ആവാനാണ് ബിനു. ഇവൻ എന്ത് അർഹതയാണ് പറയാൻ? ഭുവനേശ്വരനെ അടക്കിയിരിക്കുന്നത് കശുവണ്ടി തൊഴിലാളി യൂണിയന്റെ ഭൂമിയിലാണ്. അന്ന് തന്നോട് അനുമതി ചോദിച്ച ശേഷമാണ് അവിടെ അടക്കിയത്. ജി സുധാകരൻ പറയുകയാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നും അഭിപ്രായം പറയേണ്ട ആളല്ല താനെന്നും ജി സുധാകരൻ പറയുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച് തന്നോട് ചോദിച്ചിട്ടില്ല, തന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു സംഭവ വികാസം വലിയ ചർച്ചയിലേക്ക് പോവുകയാണ്. എന്തായാലും അദ്ദേഹം ഇന്ന് നടത്തിയ ആ ഒരു പ്രതികരണത്തിൽ ഇരു അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഒട്ടും ധാർഷ്ട്യമില്ല, ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാണിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തൊക്കെ തന്നെ കിടന്ന് പറയുമായിരുന്നു എന്ന ചോദ്യമാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് എല്ലാം മറ്റുള്ളവർ ഉത്തരം പറയണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് പിന്തുണച്ചുകൊണ്ട് ജി സുധാകരനെ പിന്തുണച്ചുകൊണ്ട് വിരിക്കുന്നുണ്ട്. ഇയാൾ ആരുവാ? സ്വന്തം വീട്ടിൽ പട്ടിയായാലും അയലത്തെ എച്ചിൽ നക്കാൻ പോകരുത്. വല്ലവന്റെയും ഊന്നുവടിയിൽ പിടിച്ചു നടന്ന ഈ കൂന് മാറില്ലടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ മൈക്ക് അടക്കം പിടിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതുള്ളത് കൊണ്ട് ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ മാപ്രകൾക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ എന്ന് പറയുന്നവരുണ്ട്. ഇവരാണോ പിണറായിയെ കുറ്റം പറയുന്നത്? സ്വഭാവ ദൃശ്യം എന്ന് പറയുന്നുണ്ട്. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഭാര്യയും ഭീഷണിപ്പെടുത്തുന്നു. അവർ ചോദിച്ചത് എന്തെന്ന് മാപ്രകൾ കാണിക്കുന്നില്ല, നിഗൂഢതയുണ്ട് എന്ന് പറയുന്നുണ്ട്. തനിക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇദ്ദേഹമാണോ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്? ജയിച്ചതിന്റെ അഹങ്കാരമാണോ സുധാകര എന്ന് ചോദിക്കുന്നവരുണ്ട്. ധിക്കാരിയോളം ധിക്കാരി, ഇവറ്റകളെ ഒക്കെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ചോദിച്ചതെന്ന് ചിലർക്ക് മനസ്സിലാകുന്നു. കാരണം ചോദ്യം കട്ട് ചെയ്ത് ഈ അദ്ദേഹത്തിന്റെ പ്രതികരണം മാത്രമാണ് റിപ്പോർട്ടിലൊക്കെ ഇട്ടിരിക്കുന്നത്. അതായിരിക്കണം. പിണറായി ഒന്നും നോക്കിയാൽ കുറ്റം, പിണറായി ഒന്ന് നോക്കിയാൽ മതി അത് കുറ്റം, ഇതൊന്നും കുറ്റമല്ല. വീട്ടിൽ പോയി ചോദിക്കാൻ പറയണ്ടേ സുധാകരേട്ട? എന്നാലല്ലേ മാധ്യമങ്ങൾക്കൊരു ഉഷാർ വരൂ. പിണറായിക്ക് പഠിക്കരുത് സുധാകര, ഇത് അഹങ്കാരമല്ല, ധാർഷ്ട്യം തീരെ ഇല്ല കേട്ടോ. അധികാരം കിട്ടിയപ്പോൾ തന്നെ ധാർഷ്ട്യം തുടങ്ങി. പിണറായിയെ കളിയാക്കിയവർ എവിടെ? വാങ്ങിച്ചോ, വയറു നിറയെ വാങ്ങിച്ചോളൂ എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ചോദിച്ചതിനാണ്, അതായത് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കേണ്ട അത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട, മതി, നിർത്തൂ, അതിൻ്റെ ആവശ്യമില്ല, അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം 100 വട്ടം പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ആവർത്തിച്ച് പ്രകോപനം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. പക്ഷെ ഭാര്യയുടെ ഒരു പ്രതികരണം, ഭാര്യ കൂടി വന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ തീർച്ചയായിട്ടും ഈ പറഞ്ഞപ്പോൾ തന്നെ പിണറായിയുടെ ധാർഷ്ട്രീയമായും ഒക്കെ തന്നെ കമ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഇതിന്റെ പ്രതികരണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം.